ദേശീയ ഗെയിംസ് ഖോ-ഖോ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കേരളത്തിന് വെള്ളി. ഇരു വിഭാഗങ്ങളിലെയും ഫൈനലിൽ മഹാരാഷ്ട്രയാണ് കേരളത്തെ തോൽപ്പിച്ചത്. അതേസമയം റഫറിയുടെ തെറ്റായ തീരുമാനങ്ങളാണ് കേരള വനിതകളുടെ തോൽവിക്ക് കാരണമെന്ന ആരോപണവുമായി പരിശീലകൻ രംഗത്തെത്തി. ഇരട്ട സ്വർണം ലക്ഷ്യമിട്ട് കളത്തിലെത്തിയ കേരളത്തിന്റെ ഗോഗോ ടീമുകൾ ഉജ്ജ്വലമായി തന്നെ പൊരുതി. ആദ്യ ഇന്നിംഗ്സിൽ 5-6 പിന്നിലായതാണ് കേരള വനിതകൾക്ക് വിനയായത്. രണ്ടാം ഇന്നിംഗ്സിൽ 5-5 തുല്യത പാലിച്ചുവെങ്കിലും 11-10 മഹാരാഷ്ട്ര മത്സരം സ്വന്തമാക്കി. കേരളത്തിന് ലഭിക്കേണ്ട പോയിന്റുകൾ നിഷേധിച്ചും മഹാരാഷ്ട്രയ്ക്ക് അനുകൂലമായി പോയിന്റുകൾ നൽകിയും റഫറി മത്സരഫലത്തെ അട്ടിമറിക്കുകയായിരുന്നുവെന്ന് കേരളത്തിന്റെ പരിശീലകൻ ആരോപിച്ചു. കേരളത്തിനെ തോൽപ്പിച്ചത് ഒഫീഷ്യൽസ് ആണ്. ഞങ്ങളുടെ പ്ലേയേഴ്സ് ഏറ്റവും നല്ലപോലെ കളിച്ചു. ഞങ്ങൾക്ക് 2 പോയിന്റ് ഞങ്ങൾക്ക് തരാതിരിക്കുകയും ഞങ്ങളുടെ പ്ലേയേഴ്സ് ഇന്നലെ ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ച അതേ ഒഫീഷ്യൽസിനെ തന്നെ ഇന്ന് ഒഫീഷ്യലായിട്ടിട്ടു. അത് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ബന്ധപ്പെട്ടവരോട് പറഞ്ഞിട്ട് കൂടി അത് മാറ്റില്ല. അവർ തന്നെയാണ് ഞങ്ങളുടെ ടീമിനെ തോൽപ്പിച്ചത്. ആദ്യമായി ഫൈനലിലെത്തിയതിന്റെ ആവേശത്തിലിറങ്ങിയ കേരള പുരുഷന്മാർ ഗംഭീരമായി തന്നെ തുടങ്ങി. ചേസിംഗിൽ 7 പോയിന്റുമായി കേരളം കുതിച്ചു. എന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ച മഹാരാഷ്ട്ര ആദ്യ ഇന്നിംഗ്സിൽ 10-7 ലീഡെടുത്തു. രണ്ടാം ഇന്നിംഗ്സിലും അതേ ഫോം നിലനിർത്തിയപ്പോൾ 14-12 കളി മഹാരാഷ്ട്രയുടെ വരുതിയിലായി. എല്ലാവരും നല്ലപോലെ കളിച്ചു. മാക്സിമം അവരുടെ എഫേർട്ട് എടുത്തിട്ട് തന്നെ ഫുൾ ഗെയിമും കളിച്ചിരുന്നു. 2 ഇന്നിംഗ്സ് നല്ല മാക്സിമം ചെയ്തു. അവസാന നിമിഷങ്ങളുടെ ഇടയിലാണ് നമ്മൾ കൈവിട്ട് പോയത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഓട്ടോമാറ്റിക്കായി ഡൗൺ ആയിപ്പോയി. ലാസ്റ്റ് കുറച്ച് മോശമായിപ്പോയി ലാസ്റ്റ് ഇന്നിംഗ്സ്. വനിതകളുടെ വെള്ളി മെഡലിന് കണ്ണീരിന്റെ നനവ്. പൊരുതി നേടിയ മെഡലുമായി പുരുഷ ടീമും. ആറ്റിങ്ങലിലെ ശ്രീപാദം സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ കാജ ഹുസൈനൊപ്പം വിനേഷ് കൊറോത്ത്, റിപ്പോർട്ടർ.